ഇപ്പോൾ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയമാണ്. അപ്പോൾ ആ വിജയം കിട്ടിയിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ചില സംഭവവികാസങ്ങൾ ഇനിയിപ്പോൾ നോക്കിയോ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്ര നാളും കണ്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് നീട്ടിവെച്ചിരിക്കുന്നത്. നീട്ടിവെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതെല്ലാം പയ്യൊന്ന് തണുക്കും. ഇപ്പൊ ചൂടായിട്ട് നിൽക്കുന്ന കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് പോകുന്ന പ്രകടനങ്ങളും അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകളും അങ്ങനെ ഉള്ള ആ വിഷയങ്ങൾ അതിന്റെ ചൂടാറുകയും അതൊരു തണുത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതിനൊരു പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപനം വരുമ്പോഴും കുറച്ച് പ്രതികരണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ ആ പ്രതികരണങ്ങളെ കൂസാതെ കെ സി വേണുഗോപാൽ ഒരു ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് മത്സരിക്കുമ്പോഴും ജനം ചിലപ്പോൾ പറയും കെ സിയെ തോൽപ്പിക്കും എന്ന് പറയും. പക്ഷേ അതിനെല്ലാം വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് അതിനെ മറികടക്കാനാണ് സാധ്യത. കെ സി തന്നെ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. ഈ ഭരണമാറ്റം പിണറായിനോടുള്ളൊരു എതിർപ്പ് കൊണ്ട് മാത്രം വന്നൊരു തോൽവിയാണോ ഇത്? അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹം ത്യാഗോജലമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത്, അതിനുശേഷം പിന്നെ വീണ്ടും സെക്കൻഡ് മിനിസ്ട്രി വരുന്ന സമയത്തും അദ്ദേഹം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വലിയൊരു ക്രൈസിസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നൊരു നേതാവായിരുന്നു അദ്ദേഹം. കോവിഡ് ആണെങ്കിലും പ്രളയം വന്നപ്പോഴും അദ്ദേഹം എടുത്ത നിലപാടുകൾ, അപ്പോൾ അതിനാണ് ജനം വീണ്ടും അധികാരത്തിൽ ഏറ്റിയത്. പക്ഷെ സെക്കൻഡ് മിനിസ്ട്രി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. BBC ചാനൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള കുറെ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് പിന്നെ വന്നത്. അപ്പോൾ ശൈലജ ടീച്ചർ മാറിയതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് അത്രയും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുമില്ല. അതൊക്കെ ജനത്തിന്റെ ഇടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ആശാവർക്കർമാരുടെ സമരം. ആശാവർക്കർമാരുടെ സമരത്തോട് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള ഒരു പ്രതികരണമുണ്ട്. അത് വളരെ മോശമായിരുന്നു. അതായത് 26,000-ഓളം ആശാവർക്കർമാരുള്ള അവരുടെ ആ സമരത്തെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് എളമരം കരീമിനെ പോലെയുള്ള സമുന്നതരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ സ്ത്രീകളെല്ലാം തെരുവിൽ കാണാം എന്നുള്ള തരത്തിലുള്ള ഒരു ധാർഷ്ട്യം കേരള ജനത കണ്ടതാണ്. അപ്പോൾ അങ്ങനെ കുറേ സമീപനങ്ങളുണ്ട്. പിന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, സെക്കൻഡ് മിനിസ്ട്രി പിണറായി വിജയന്റെ അതിനുശേഷം അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ ഒരു ശരീരഭാഷയുണ്ട്. അതായത് അവര് അല്ലെങ്കിൽ അവർ ആരെയൊക്കെ അനുകരിക്കുന്ന മാതിരി സാധാരണ ജനങ്ങളായിട്ടുള്ള ബന്ധം പോയി എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് സാധാരണ ജനങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു ശരീരഭാഷയും അഹന്തയും നിറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതരം സമീപനമാണ്. അതേസമയം റീസെൻ്റ്ലി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജനങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനം, അവരുടെ പ്രാദേശിക നേതാക്കന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സമീപനം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. വളരെ ആകർഷകമായി വളരെ മര്യാദയോടുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അധികാരം കിട്ടി ഉജ്ജ്വലമായ വിജയമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഭരണത്തിലേറി കഴിയുമ്പോൾ ഇപ്പറഞ്ഞ കോൺഗ്രസ്സുകാരെല്ലാം മാറുമോ അല്ലെങ്കിൽ അവരും ഒരു അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളാവുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ റീസെൻ്റ്ലി കോൺഗ്രസ്സുകാരായിട്ടുള്ള നേതാക്കന്മാർ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും വളരെ മര്യാദയോടുകൂടി വളരെ ചിരിച്ചുകൊണ്ട് അവരുടെ ഇടപെടലും, മറുപക്ഷത്ത് ജനങ്ങളെ കൂട്ടിപ്പിടിക്കേണ്ട നേതാക്കന്മാര് വളരെ അവരുടെ ശരീരഭാഷ ജനങ്ങളിൽ നിന്ന് അകന്നു നിന്ന ഒന്നായിരുന്നു. ഞാനിത് പറയുന്നത് വെറുതെ അല്ല, കുറെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. എല്ലാ പാർട്ടിക്കാരും ഭരണം കിട്ടിക്കഴിയുമ്പോഴുള്ള ജനങ്ങളിൽ നിന്ന് കുറച്ച് അകൽച്ച പ്രാപിക്കുന്നത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 1957 അധികാരത്തിൽ വന്ന EMS പറഞ്ഞത് സമരവും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ്. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭരിക്കുമ്പോൾ ആ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെയും സാമൂഹ്യ ക്രമത്തിനെതിരെയാണ് സമരം ചെയ്യുന്നത്. സമരം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെയുള്ള സമരമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്നുകൊണ്ടുള്ള വർഗസമരം വികസിപ്പിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ ജനങ്ങളായിട്ടുള്ള അകൽച്ചയും ഇതുമായിട്ട് എന്താ ബന്ധം?
ജനങ്ങളായിട്ടുള്ള അകൽച്ച എന്ന് പറഞ്ഞാലേ ഇതൊരു മനഃശാസ്ത്രമാണ്. അതായത് ഈ സർക്കാർ അമ്പെ പരാജയമൊന്നും അല്ല, അതുകൊണ്ടല്ല, അങ്ങനെയല്ല ഇതിനെ നമ്മൾ കാണുന്നത്. സർക്കാർ അനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ ഒരു ഭരണകൂടത്തിന്റെ ഭാഷയുണ്ട്, അതൊരു ധാർഷ്ട്യത്തിന്റെ ഭാഷയായിരുന്നു. ജനങ്ങളോടുള്ള സമീപനം, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട്, ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരാൾക്ക് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ ചിക്കൻ ബിരിയാണി തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ച് കഴിക്കടാ എന്ന് പറയുന്നതും കുറച്ച് സ്നേഹത്തോടു കൂടി കുറച്ച് കഞ്ഞി കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. ഈ അഹങ്കാരത്തിനെയും ധാർഷ്ട്യത്തെയും ഒന്നും ജനങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില നമ്മൾ മീഡിയയിൽ കൂടി കണ്ടതും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിന് നേരെ വിപരീതം ചെയ്തിട്ടുണ്ട്. അതായത് ഭരണ നേട്ടങ്ങളെ ആ രൂപത്തിൽ ചൂഷണം ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാരുടെ ശരീരഭാഷയും. അത് അനുകരിച്ചുകൊണ്ട് പ്രാദേശിക നേതാക്കന്മാരും സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ ഹൃദയവികാരം മനസ്സിലാക്കാതെ പോയത് കൊണ്ട് തന്നെയാണ് ഇത്ര ദയനീയമായിട്ടുള്ള തോൽവി ഏറ്റുവാങ്ങിയത്. ഒരു ഘട്ടത്തിൽ VS-ന് അവർ മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്തില്ല. ആ VS-ന് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് ജനം പ്രതികരിച്ചു. അതിനുശേഷം VS-നെ കാണിച്ചുകൊണ്ട് ഒരു ഇലക്ഷനിൽ VS-ന്റെ മുഖം മാത്രം കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും VS ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായിട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പാർട്ടികളും സംഭവിക്കുന്നത് എങ്ങനെയാണ്? ജനത്തിനെ മനസ്സിലാക്കി, ജനവികാരം മനസ്സിലാക്കി എപ്പോഴും പാർട്ടികൾ തീരുമാനം കൈക്കൊള്ളണമെന്നില്ല. എന്തായാലും നമുക്ക് പക്ഷെ ആ പാർട്ടി എടുത്ത തീരുമാനത്തിന് ഒരു വ്യത്യാസങ്ങൾ ആരും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ളൊരു തീരുമാനങ്ങളല്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അത് പലപ്പോഴും അവർ മാത്രമല്ല, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം എപ്പോഴും ജനവികാരത്തിന് അനുകൂലമായിട്ട് വരണമെന്നില്ല. ജനത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്, ജനം കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ജനത്തിനൊന്നും ചെയ്യാനില്ല. നമ്മളൊരാളെ മുന്നിൽ കണ്ടിട്ടാണല്ലോ എല്ലാവരും മിക്കവാറും വോട്ട് ചെയ്തായിരിക്കുന്നത്. നമുക്കൊരു മുഖ്യമന്ത്രി വേണം, ആ മുഖ്യമന്ത്രി ആരാണെന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞ നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് തന്നെ ചിരി വന്നിട്ട് പാടില്ല. തീർച്ചയായിട്ടും അത് വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയമാണ് UDF-ന് കിട്ടിയത്. ആ വിജയത്തിന് ശോഭ കെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും നിരാശരാണ്. കാരണം VD സതീശനിൽ നമ്മൾ കാണുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ, സമുദായ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകാതെ അദ്ദേഹം ധീരമായി എടുത്തിട്ടുള്ള നിലപാടുകൾ, അത്തരത്തിലുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില നിലപാടുകൾക്കും എല്ലാം കൂടി ചേർന്നാണ് ഈ വിജയം വന്നേക്കുന്നത്. ഈ വിജയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ജനം പ്രതീക്ഷിക്കാത്ത ഒരാളെ നൂലിൽ കെട്ടി ഇറക്കുക എന്ന് പറയുന്നത്, ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ പറയാതെ അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയും. എന്നാൽ പോലും ഇപ്പൊ സംഭവിക്കാൻ പോണ കാര്യം ഞാൻ പറഞ്ഞത്, ഈ ജനത്തിന് ഇതിൽ ഒരു തെരുവിൽ ഒരു പ്രകടനം നടത്താനോ അല്ലെങ്കിൽ അതിന്റെ ആവേശം കാണിക്കാനൊക്കെ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു തീരുമാനത്തേക്ക് ജനത്തിന് പോകാൻ കഴിയില്ല. അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ അത് ചരിത്രമായിരിക്കും. കാരണം KC മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഈ ജനത്തിന്റെ ഈ പ്രതികരണങ്ങളെ കുറയ്ക്കാനുള്ള പരിപാടി, ഒരുപക്ഷെ VD സതീശൻ ആ പാർട്ടിയിലെ നേതാവ് എന്നുള്ള നിലയ്ക്ക് VD സതീശനും ഒരു പരിധി വരെ ഈ ജനത്തിന് പ്രോത്സാഹനം കൊടുക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടി തീരുമാനം അനുസരിച്ച് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോണ കാര്യമായിരിക്കാം. ഇനി അതിന്റെ അപ്പുറത്തേക്ക് സംഭവിക്കുന്നത് നമുക്കറിയില്ല. പലർക്കും നമുക്കൊക്കെ പല കാര്യങ്ങളും തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ ആർക്കും അത് തുറന്നു പറയാൻ മടിയാണ്. അത് മറ്റുള്ളവർക്കൊരു സംതൃപ്തി ഉണ്ടാവോ എന്നുള്ളൊരു തോന്നല്. പക്ഷെ നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണമെങ്കിലും അത് ആരും തുറന്നു പറയാൻ മടിക്കാറുണ്ട്. അത് തുറന്നു പറയാൻ മടിക്കുന്നത് അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് ചില പ്രശ്നം ഉണ്ടാവോ അല്ലെങ്കിൽ വല്ല ഭീഷണി ഉണ്ടാവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അത് പലരും പറയാത്തത്. പിന്നെ ഇത് തുറന്നു പറയുന്നത് എന്ന് പറയുന്നത് വോട്ടിങ്ങിലൂടെയാണ്. വോട്ട് ചെയ്ത് ജനം പ്രതികരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിപ്പോൾ ഈ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് പരാജയം വന്നു, ഈ സർക്കാർ താഴെ പോയി, അല്ലെങ്കിൽ അതുകൊണ്ട് ആ സ്റ്റാൻഡ് ഇപ്പോൾ ഒരു ട്രെൻഡാണെന്ന് കണ്ട് സർക്കാരിനെ കുറ്റം പറയുകയോ പിണറായി വിജയനെ കുറ്റം പറയുകയോ സഖാക്കളെ കുറ്റം പറയുകയോ അല്ല ഞാൻ ചെയ്യുന്നത്. ഞാനിത് 1 വർഷം മുമ്പേ പൊതുവേദിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ്. ഞാനായിട്ട് കാണുന്ന സഖാക്കളോട് ഞാനിത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അത് ആ രൂപത്തിലൊന്നും ഇതിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണത്. അപ്പം നമുക്ക് ഒരു നിലപാട് പറയാൻ, നമ്മൾ ആരും വ്യക്തിപരമായ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങളല്ലല്ലോ പറയുന്നത്. ഈ സമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, അത് രാഷ്ട്രീയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് പറയുന്നതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മള് ഏത് പാർട്ടി ആയിക്കോട്ടെ നമ്മൾ തുറന്നു പറയാൻ മടിക്കരുത്. പറയാത്തത് ജനം പ്രതികരിക്കാത്തതാണ് പ്രശ്നം. ഈ പറയുന്ന ഭരണകൂടത്തെ വിമർശിക്കുമ്പോഴും
ഈ ഭരണകൂടത്തെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ മാത്രം പ്രശ്നമല്ല ഇത്. ഈ കൃത്യമായി പ്രതികരിക്കാത്തതിന്റെ പ്രശ്നം കൂടിയുണ്ട്. ആ പാർട്ടിയിലുള്ള ആളുകൾ പ്രതികരിക്കാത്തതിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പ്രതികരിക്കാണ്ട് വരുമ്പോഴാണ് ചെയ്യുന്നതെല്ലാം ശരി എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഏതാനും ദിവസത്തിനകം നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. പക്ഷെ ആ ഒരു പ്രതീക്ഷ നമുക്ക് ആരിലെ കുറിച്ചായിരിക്കും സുധീർക്ക? അത് എന്ന് പറയുന്നത് ജനത്തിന്റെ വികാരം, ജനത്തിന്റെ ആഗ്രഹം ശ്രീ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നയിച്ചവൻ, ഇത്രയും നാൾ നയിച്ചവൻ ഇനിയും നയിക്കട്ടെ എന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്, ജനം ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്താം. നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിനെ കിട്ടട്ടെ.